ജെയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ചിന് കീഴിൽ വ്യാജരേഖകൾ നിർമ്മിച്ച കള്ളുഷാപ്പ് ലൈസൻസുകൾ നേടിയെടുക്കുന്നതായി ആരോപണം. അഴിമതിക്ക് ചെത്തുതൊഴിലാളി യൂണിയനും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർമാരും ഒത്താശ ചെയ്യുന്നതായി പരാതി. മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ചിന് കീഴിൽ വ്യാജരേഖകൾ നിർമ്മിച്ച് കള്ളുഷാപ്പ് ലൈസൻസുകൾ നേടിയെടുക്കുന്നതായി ആരോപണം. മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന് നൽകിയ പരാതിയിലാണ് വെളിപ്പെടുത്തൽ. പരാതിയുടെ ഗൌരവം കണക്കിലെടുത്ത് വിഷയം അടിയന്തരമായി അന്വേഷിച്ച് നടപടിയെടുക്കാൻ എക്സൈസ് കമ്മീഷണർക്ക് മന്ത്രി ഉത്തരവ് നൽകി. മൂവാറ്റുപുഴ മേഖലയിൽ കള്ളുഷാപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെങ്ങ്, പന ഉടമകളുടെ വ്യാജ സമ്മതപത്രം ഉപയോഗിച്ചാണ് ലൈസൻസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൈസൻസ് ലഭിക്കാൻ ആവശ്യമായ പനയോ തെങ്ങോ ചെത്തുതൊഴിലാളികളോ മേഖലയിൽ ലഭ്യമല്ലെന്നിരിക്കെ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയാണ് ഇവ നേടിയെടുത്തിട്ടുള്ളത്. അഴിമതിക്ക് ചെത്തുതൊഴിലാളി യൂണിയനും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർമാരും ഒത്താശ ചെയ്യുന്നതായി പരാതിയിൽ സാബു ജോൺ ആരോപിച്ചു. യൂണിയന് തൊഴിലാളികളുടെ വേതനത്തിന്റെ നിശ്ചിത ശതമാനവും ഇൻസ്പെക്ടർമാർക്ക് കൈക്കൂല്യം ലഭിക്കുന്ന ഒരു ആസൂത്രിത അഴിമതിയാണിത്. ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്നത് കഞ്ചാവും മയക്കുമരുന്നുകളും ചേർത്തുണ്ടാക്കുന്ന കൃത്രിമ കള്ളാണെന്നും ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെയും നാടിന്റെ സമാധാനത്തെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്നും സാബു ജോൺ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ മൂവാറ്റുപുഴ റേഞ്ചിൽ കള്ള് ഷാപ്പുകൾക്ക് ലൈസൻസ് ലഭിച്ചത് മുഴുവൻ വ്യാജ രേഖകൾ ചമച്ചിട്ടാണ് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ സത്യമാണ് എന്ന് നമുക്ക് ഓരോ അന്വേഷണത്തിലും നമുക്ക് തെളിഞ്ഞു വരികയാണ്. കാരണം നമുക്ക് മൂവാറ്റുപുഴ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പന അല്ലെങ്കിൽ തെങ്ങ്, ഈ രണ്ട് വൃക്ഷങ്ങളിൽ നിന്നാണ് കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെ ഓരോ ഷാപ്പിലും നിശ്ചിത എണ്ണം പനയും അല്ലെങ്കിൽ തെങ്ങും ഉണ്ടാകണമെന്നും നിശ്ചിത തൊഴിലാളികൾ ഉണ്ടാകണമെന്നുമാണ് ഓരോ ഷാപ്പ് ലൈസൻസ് കൊടുക്കുമ്പോഴുമുള്ള പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പക്ഷേ മൂവാറ്റുപുഴ റേഞ്ചിൽ അങ്ങനെ തെങ്ങോ പനയോ ചെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടെ ചെത്തു തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അളക്കുന്ന കള്ളുകൾ മുഴുവൻ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കള്ളാണ് ഇവിടെ അളക്കുന്നത് എന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലായി. നമുക്ക് വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ 2017-ലും 2018-ലും മരിച്ചുപോയ ആളുകൾ അവരുടെ പറമ്പിൽ തെങ്ങ് ചെത്തുന്നുണ്ട്, പന ചെത്തുന്നുണ്ടെന്ന് 2026-ൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അതായത് എൻ്റെ പറമ്പിൽ ഇങ്ങനെ 10 പനയുണ്ട്, അല്ലെങ്കിൽ 2 പനയുണ്ട്, അല്ലെങ്കിൽ 5 പനയുണ്ട്, അല്ലെങ്കിൽ തെങ്ങുണ്ട് എന്ന് അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ജീവിച്ചിരിപ്പില്ല, ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ വ്യാജമായ രീതിയിൽ ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും സമ്മതപത്രത്തിൽ ഈ കോൺട്രാക്ടർമാർ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ഒപ്പിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ചെത്തുതൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വ്യാജമായി യൂണിയൻ നേതാക്കന്മാരും അതും പറഞ്ഞ് അവർക്ക് വേണ്ടുന്നുള്ള അതിൻ്റെ അംശാദായം യൂണിയൻ ഓഫീസിൽ കിട്ടും. അങ്ങനെ ഈ വ്യാപകമായ രീതിയിൽ വ്യാജരേഖകൾ ചമച്ചിട്ടാണ് ഈ മൂവാറ്റുപുഴ റേഞ്ചിൽ ഈ ഷാപ്പുകൾക്ക് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദമായി അന്വേഷിക്കണം എന്നും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കള്ള് എവിടെ നിന്നാണ് വരുന്നത്, ആ കള്ളിൽ കലർത്തിയിരിക്കുന്ന മായം എന്തെങ്കിലും ഉണ്ടോ, അത് പരിശോധിക്കാനുള്ള ലാബ് സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടോ, അങ്ങനെ ഈ പാലക്കാട് നിന്നും ചിറ്റൂരിൽ നിന്നും കള്ള് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യാൻ പാകത്തിന് അവിടെ തെങ്ങുകൾ അതിന് മാത്രം തെങ്ങുകളും പനയൊന്നും അവിടെയുമില്ല. പക്ഷേ അവിടെ കുറച്ച് തെങ്ങ് അവിടെ ചെത്തുന്നുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ കൃത്രിമ കള്ളുണ്ടാക്കുകയാണ്. അങ്ങനെ കൃത്രിമ കള്ളുണ്ടാക്കി പാലക്കാട് നിന്ന് വരുന്ന കള്ള് ഇവിടെ വിൽക്കുകയാണ്. ആ കൃത്രിമ കള്ള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്ത് രാസ പദാർത്ഥമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായ അന്വേഷണം നടത്തണം. അപ്പോൾ ഇന്നലെ മന്ത്രിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് സീരിയസ് ഇഷ്യൂ ആണ്, അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണമെന്ന് എക്സൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു. ഇന്നലെ എക്സൈസ് കമ്മീഷണർ സാംബശിവറാവുമായി ഇന്നലെ തിരുവനന്തപുരത്ത് സംസാരിച്ചു. അദ്ദേഹം ഇത് വളരെ സീരിയസ് മാറ്റമാണ്, സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകാം എന്ന് എക്സൈസ് കമ്മീഷണർ ഇന്നലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പ്രദേശത്ത് നിലവിൽ നൽകിയിരിക്കുന്ന മുഴുവൻ കള്ളുഷാപ്പ് ലൈസൻസുകളും റദ്ദാക്കണമെന്നും ഇവിടെ വിതരണം ചെയ്യുന്ന കള്ള് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സാബു ജോൺ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ,
കേരളത്തിൽ എല്ലായിടത്തും.